പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച രീതിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നല്ലേ, നമുക്കതൊന്ന് കാണാം. അതിനു മുമ്പ് ഒരു കാര്യം, ഈ വീഡിയോ കാണുമ്പോൾ ചോദ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തോടൊപ്പം ശരീരഭാഷ കൂടി ശ്രദ്ധിക്കാൻ ആരും മറക്കരുത്. നമുക്ക് സീൻ ബൈ സീനായി തന്നെ കാണാം. ഒറ്റക്കെട്ടായിട്ടല്ല അവർ എതിർക്കുന്നത്, ഒരൊറ്റ നേതാവിനെയാണ്. താങ്കൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാട് എന്നും വളരെ വ്യക്തമാണ്. ഞാൻ എന്നും മതേതര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. ഞാൻ എന്നും മതേതര നിലപാടുമായേ മുന്നോട്ട് പോയിട്ടുള്ളൂ. അതായത് വി ഡി സതീശൻ അങ്ങനെയല്ല പോകുന്നതെന്ന് വ്യക്തം. ഞാൻ അവരോടൊക്കെ പിണങ്ങിയിട്ടുമുണ്ട്, ഇണങ്ങിയിട്ടുമുണ്ട്. എനിക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അതായത് ഞാൻ അവരുമായിട്ട് പിണങ്ങിയിട്ടുമുണ്ട്, ഇണങ്ങിയിട്ടുമുണ്ട് എന്ന് പറയുമ്പോ ഞാൻ പിണങ്ങിയത് പോലെയല്ല ഇപ്പോഴത്തെ കാര്യമെന്നല്ലേ ചെന്നിത്തല പറയുന്നത്. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കി പ്രശ്നങ്ങൾ കലുഷിതമാക്കേണ്ട സമയമൊന്നും അല്ലല്ലോ. ഇന്നിത് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? കേരളത്തെ മോചിപ്പിക്കാനുള്ളതാണ്. ഇല്ല, ചെന്നിത്തലജിക്ക് മറുപടിയേ ഇല്ല. പ്രതിപക്ഷ നേതാവിന് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങൾ പരിശോധിക്കൂ എന്ന് മാധ്യമ പ്രവർത്തകരോട്. അപ്പോ സതീശൻജിയുടെ പ്രവർത്തനത്തിൽ ചെന്നിത്തലജിക്ക് തന്നെ തീരെ മതിപ്പില്ലെന്ന് സാരം. അത് ആരെങ്കിലും എന്നെ പറ്റി ആഹാ, എന്താ ഒരു ചിരി കണ്ടല്ലോ സതീശേട്ടാ. ഈ കൂടെ നടക്കുന്നവരെയൊക്കെ സൂക്ഷിച്ചോ. ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ എല്ലാ മതസംഘടനകളെയും ഉൾക്കൊണ്ടു പോകുന്ന സമീപനമാണ് കോൺഗ്രസിന് എന്നുള്ളത്. അത് ഇവിടെ മാത്രമല്ല, ദേശീയ തലത്തിലും ഒരു ഇൻക്ലൂസീവായ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത്. ഒരു ഇപ്പം ഞാനും ഉമ്മൻചാണ്ടിയും നേതൃത്വം കൊടുത്ത കാലത്ത് ഞങ്ങളെയൊക്കെ അവർ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എത്രയോ കാലഘട്ടം എന്നോട് 9 വർഷം NSS അകന്നു നിന്നിട്ടുണ്ട്, SNDP അകന്നു നിന്നിട്ടുണ്ട്. അതൊക്കെ അവർ, പക്ഷെ നമ്മളുടെ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഒരു കാര്യം കൂടി, അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന സമീപനമാണ്. അത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും KPMS പോലുള്ള സംഘടനകൾ, എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന സമീപനമാണ് കോൺഗ്രസ് എന്ന് സ്വീകരിക്കുന്നത്. അതാണ് അതാണ് ഇൻക്ലൂസീവായ സമീപനം എന്ന ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു നയം. ഞാനും ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്ന കാലത്ത് എന്ന് പറയുമ്പോൾ സതീശന്റെ കാലത്ത് അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നല്ലേ ചെന്നിത്തല ജി മുന വെച്ച് പറയുന്നത്. എന്നാലും ആ പാവ സതീശനെ ഇങ്ങനെ ഒളിയം പെറിഞ്ഞ് കൊല്ലേണ്ടായിരുന്നു ജി.